ഹലോ, നമസ്കാരം. അപ്പൊ ഇത് കണ്ടല്ലേ, ഇത് കാണുമ്പോൾ മനസ്സിലായിണ്ടാവും. ഇന്ന് കേദാറിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആക്കിയിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മളുള്ളത് മറൈൻ ഇൻ എന്ന് പറയുന്ന ഹോട്ടലാണ്. എറണാകുളത്ത് മേനകയിലാണ് ഉള്ളത്. മറൈൻ ഇൻ ഹോട്ടലിൽ പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെന്താ പറയേണ്ടത്, പിന്നെതാ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അകത്തുമൊക്കെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും എൻ്റെ എല്ലാ ഈവൻറ്റുകളും എൻ്റെ എന്താ പറയുക വളകാപ്പ്, മോൻ്റെ പേരിടൽ, അപ്പം എന്തുകൊണ്ടും കേദാറിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ്റ് ഇത്തവണയും ഈവൻറ്റ് ഫാക്ടറിയാണ്. അപ്പം നല്ല പതിവ് പോലെ തന്നെ ഞാനൊന്നും പറയാതെ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സ് ഇത് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഈ ഫ്ലെയർ സ്കേർട്ട് എപ്പോഴും എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പം ഇത് നമ്മുടെ ഓസ്കി ഡിസൈൻസിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം പ്രോഡക്റ്റാണ് ഈ ഡ്രസ്സ്. പിന്നെ ഇത് നമ്മളുടെ ഇന്നത്തെ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ജയ്ഷയാണ്. പിന്നെ മേക്കപ്പ് ആസ് യൂഷ്വൽ ആയാണ് ചെയ്തിരിക്കണേ. ആയപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ ഒരുക്കി കഴിഞ്ഞിട്ട്. പിന്നെ എൻ്റെ ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിരൺ ഇവിടെ ഉണ്ടായിരുന്നു. കിരൺ അവിടെ വന്ന് ചിരിക്കുന്നുണ്ട്. ഇവൻ ഈയിടെ ആയിട്ട് എൻ്റെ വ്ളോഗിൽ കയറി അവൻ്റെ വ്ളോഗ് ബൂസ്റ്റ് ചെയ്യാനുള്ള ശ്രമമുണ്ട്, അത് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്ഥിരമായിട്ട് എന്നെ ഹെയർ ഒക്കെ ചെയ്ത് എൻ്റെ സാരിയൊക്കെ ഉടുപ്പിക്കുന്നുണ്ട് അനിൽ ചേച്ചിയുമുണ്ട്. അപ്പം ഇത്രയും പേരാണ് ഇന്ന് എന്താ പറയുക ഇത്രയും രസകരമായിട്ട് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള ആൾക്കാർ. അത് ആദ്യം പറയണമല്ലോ അല്ലേ. ഇനി നമുക്ക് ഹാളിലേക്ക് പോകാം. ഹാളിൽ ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. വരൂ. ഇതാണ് എൻ്റെ കേദാറിൻ്റെ ചേച്ചി. ആകെ ഒരേ ഒരു ചേച്ചിയേ ഉള്ളൂ. ആ ചേച്ചിയാണ് ഈ നിൽക്കുന്നത്. ഇനി ആകെ ഒരേ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ കാണിച്ചു തരാം. വരൂ. ഇതാണ് നേരത്തെ പറഞ്ഞ ഒരേ ഒരു ചേട്ടൻ. ഇത്രയും വലിയ ചേട്ടനും ചേച്ചിയാണ് കേദാറിനുള്ളത്. എടാ, നിന്റെ അനിയന് ഒരു വയസ്സ്. എന്താണ് നിനക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. കുരുത്തക്കേട് കൂടുതലാണ്. അങ്ങനെ തന്നെ വേണം. അപ്പൊ മോനെ കണ്ടിട്ടില്ലല്ലോ, മോനെ കാണണ്ടേ? വരൂ. അവിടെ ഇരിക്കുകയാണ് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. വല്യമ്മയുടെ കയ്യിലാണ് കേട്ടോ ഇരിക്കണത്. എൻ്റെ ആകെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ പാൻറ് തൊപ്പിയൊക്കെ ആദ്യമായിട്ടാണ് കുട്ടി ഇടുന്നത്. കുട്ടിയുടെ മാമന്മാരും അപ്പൂപ്പന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കേ. ഓ, ഇത് മാമൻ. മാമൻ എന്താ പറയാനുള്ളത്? ഇനി എന്താ പറയാനുള്ളത്? കേദാറിന്റെ ബർത്ത്ഡേ, എൻ്റെ സുഷ്കാന്തിന്റെ ബർത്ത്ഡേ, അതൊക്കെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കേക്ക് മുറിക്കാൻ പോവാ. അപ്പോൾ സംസാരിക്കും. എന്ത് പറയുന്നു? പിറന്നാൾ പിന്നെ അത് കേദാർ നമ്മുടെ അല്ലേ. ഹാപ്പി ബർത്ത്ഡേ കേദാറിന്. കേദാറിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. സ്വകാര്യണേ, ഇതും പറയാൻ പാടില്ലേ? പിറന്നാളാശംസകൾ പറയാം. ആരും എനക്കല്ല, കേദാറിന്. അപ്പൊ പിറന്നാളാശംസകൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ ചക്കരക്ക്. ഇയാളിപ്പോ കണ്ടുപരിച്ചിട്ടുണ്ടോ? ഇയാൾ ഈയിടെയായിട്ട് മറിമായത്തിൽ കുറെ അഭിനയിക്കുന്നുണ്ട്. ഇയാള് ആളില്ലാത്തോണ്ടോ? ഇത്രയും പേരുണ്ടായിട്ട് നീ എന്തിനാ കള്ളം പറയണേ? ആളില്ലാത്തോണ്ടൊന്നുമല്ല കേട്ടോ. ഇവൻ മനഃപൂർവ്വം സ്ഥലം ഉണ്ടാക്കി കയറുന്നുണ്ട്. അതന്നെ.
ഇവിടെ ക്യൂ നിക്കാ. ആ ഇത് സുധിച്ചേട്ടൻ, ഇദ്ദേഹത്തെ കണ്ട് പരിചയം ഉണ്ടാവും. നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതെ അതെ ആ എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട്, കാരണം കേദാർ മോന്റെ പിറന്നാളിന് എത്തിച്ചേരാൻ പറ്റി. അതെ, ഹരിനൊക്കെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഹരി അല്ലേ? ആ, രഞ്ജിത്തേട്ടനും വന്നിട്ടില്ലേ? എന്താ പറയണ്ടേ? കേദാർ മോഹന ആശംസകൾ. ഇനി ഇതാ കൂട്ടത്തിലുള്ള ഒരു അപ്പൂപ്പൻ. കേദാറിന് എൻ്റെ പിറന്നാൾ ആശംസ. ആധികാരികമായിട്ടുള്ള ആശംസകളാണ്. കൈ പിടിക്കണോ? ആ, ഞങ്ങളുടെ കേദാർ മോന് 1000 ജന്മദിനാശംസകൾ. 1000 മതിയാ? ആ, കേദാറിന് 1000 ജന്മദിനാശംസകൾ. 1001 കേദാറിന് 1001 ജന്മദിനാശംസകൾ. സ്നേഹയുടെ മോന്റെ കേദാറിനും ശുഷ്കാന്തിനും 1002 ജന്മദിനാശംസകൾ. ഇവരെ രണ്ടുപേരെയും പറയുമ്പോഴേ, ഈ മിഥുനെയും സുഖിലിനെയും പറയുമ്പോൾ കേദാറിന്റെ ജീവിതത്തിൽ 2 പ്രധാനപ്പെട്ട ആൾക്കാരാണ്. കാര്യം ഒന്ന്, 35ാമത്തെ ദിവസം കേദാറിനെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് മിഥുൻ. ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ അവനെ കൊണ്ടുവന്നത് മറിമായത്തിന്റെ ഡയറക്ടറാണ്. ഇനി കേദാറിനെ നായകനാക്കിയിട്ട് അതെ, മുഴുനീള വേഷം കൊടുത്ത് അവർ ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ് ഈ ഇരിക്കുന്ന സുഖില്. മൊത്തം നിയന്ത്രിച്ച ആളാ അവൻ. സയൻസ് ശുഷ്കാന്ത്. അതിനിപ്പോ എന്ത് വേണം? ഓക്കെ, മണിയപ്പൂപ്പൻ. കേദാർ മോന് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹായ്. ഇത് ടർബോ മണിയാണ് കേട്ടോ. ഇപ്പൊ ടർബോ കണ്ടവർക്കൊക്കെ അറിയാം, മണിയേട്ടൻ ഇല്ലെങ്കിൽ ടർബോ ഇല്ല. ഇനി അതെ, ഇപ്പൊ അങ്ങനെയുണ്ടല്ലേ. ഇനി ഇതാ കൂട്ടത്തിലെ ചെറുപ്പക്കാരനെന്ന് പറയാം. കൂട്ടത്തിലെ യൗവനയുക്തനായ നിത്യയൗവനം. അപ്പൊ എന്തായാലും കേദാർ ഇവിടെ വന്ന് എന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ കേദാറിന്റെ അനിയനായിട്ട് അഭിനയിക്കണമെന്നുള്ളതാണ്. ഏതായാലും അപ്പൊ നമ്മുടെ കേദാർ മോന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേരുകയാണ്. നമ്മുടെ 1ാം പിറന്നാൾ ഗംഭീരാവട്ടെ, എല്ലാവിധ ആരോഗ്യവും ഒക്കെ നേർന്നു കൊള്ളുന്നു. നമുക്ക് പൊളിക്കാം. താങ്ക് യു. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇത് സരിക ചേച്ചി, അറിയാലോ, പറഞ്ഞോളൂ. പിറന്നാൾ ഇനി ഇത് ഇവിടെ ഇരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ മറിമായം കുടുംബത്തിൻ്റെ പ്രധാന നട്ടെല്ല് എന്ന് പറയാം. ഇത് സലിമിക്കയുടെ ഭാര്യയാണ്. ബബീനെ പിന്നെ അറിയാലോ, ബബി സെലിബ്രിറ്റി ആണല്ലോ അല്ലേ? ആ, അത് നമ്മുടെ മനോരമയുടെ ഷോയിലുള്ള, അതെ അതെ, സെലിബ്രിറ്റി ആണ്. അതുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കുട്ടിക്ക് എന്താ പറയണ്ടോ? ഇല്ല, കേതുവിന് എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. എന്തൊരു കുലീനത, എന്തൊരു അച്ചടക്കം, ഇങ്ങനെയല്ലല്ലോ. ഇത് ഞങ്ങളുടെ നിയാസുക്കാന്റെ വൈഫാണ്. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? കുട്ടി അധികം സംസാരിക്കാറില്ല പൊതുവെ. ക്യാമറയുടെ മുന്നിലേ. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ നിയാസ്ഖാന്റെ ഭാര്യ. ഇത് സലിമിക്കയുടെ 2 കുട്ടികളാണ്. തീരെ സംസാരിക്കില്ല, മൈക്കും കൊടുക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇവള് മക്കളെ എന്താ പറയട്ടെ? ഹാപ്പി ബർത്ത്ഡേ കേദാർ. പറഞ്ഞ നീ ഹാപ്പി ബർത്ത്ഡേ. ഇനി ഇത് ഞങ്ങളുടെ മുതലാളിയുടെ ഭാര്യയാണ്. അതിന്റെ ചെറിയൊരു തലക്കൻ ഉണ്ടാവും, സാരില്ല. കേദാറിന് ജന്മദിനാശംസകൾ. വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് മണിയേട്ടന്റെ 2 കുട്ടികളാണ്. ഇവരൊക്കെ നമ്മുടെ വീഡിയോയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലേ? എന്താ പറയണ്ടേ? ഹാപ്പി ബർത്ത്ഡേ കേദാർ. അതന്നെ ഹാപ്പി ബർത്ത്ഡേ പറയാനുള്ളൂ. ഇനി ഇവര് സെപ്പറേറ്റ് ടേബിളിൽ ഇരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആൾക്കാര് ഇവര് അതുകൊണ്ടാണ് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇവര് വേറെ ടീം തിരിഞ്ഞിരിക്കുകയാണ്. ചക്കപ്പഴം ടീം വന്നിരിക്കുകയാണ്. എടി, നിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല.
ഇത് അശ്വതിയാണ് കേട്ടോ. ഓടുന്നു എല്ലാവർക്കും മനസ്സിലായി. മനസ്സിലായോ? ചക്കപ്പഴം സീസൺ 2 അവസാനിച്ചു എന്ന് പറയാനിരിക്കുന്നു മുടി വെട്ടാൻ. പോയി മുടി വെട്ടേ. അതെ. അല്ലെ ഈ ഓസ്കി ഡിസൈൻസ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് സ്നേഹനെ മനസ്സിലായില്ല. പ്രൊമോഷൻ പ്രൊമോഷൻ. അപ്പൊ ഇന്ന് മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. എന്താണ് കുട്ടിക്ക് പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ. നല്ല ഇവിടെ ഇരുന്ന് കാതർ എവിടെ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്റെ മോന്റെ പേര് കേദാർ എന്നാണ്. ഇവര് മനഃപൂർവ്വം കാദർന്ന് തെറ്റിച്ച് വിളിക്കുന്നു. ഞാനല്ല. അതെനിക്കറിയാം. ഇത് ഞങ്ങളുടെ ഒഫീഷ്യൽ. അങ്ങനെയല്ല പരിചയപ്പെടുത്തണ്ടേ? അവിടെ ഒരു 35 വയസ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഞാനും കേദാറുമായിട്ടുള്ള ബന്ധം പറ. 35 വയസ്സോ? 35 ദിവസം. ഓ അതാ. ഓക്കെ, 35 ദിവസമല്ല, കേദാർ ജനിക്കുന്നതിന് 4 ദിവസം മുമ്പേ ഓനെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർ. അല്ല, എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ ആയിരുന്നു അത് അബാദാണ് ചെയ്തത്. അബാദിന്റെ ക്ഷമയെ ഞാൻ ഈ സമയത്ത് അനുമോദിക്കുന്നു. കാരണം എൻ്റെ ഹോർമോൺ ചേഞ്ചും എൻ്റെ മൂഡ് സ്വിങ്സും എല്ലാം സഹിച്ചുകൊണ്ട് എന്നെ സഹിച്ചവർ അതിലൊരുത്തനാണ് ഇവൻ. പക്ഷെ ഇപ്പോഴും എല്ലാ ദിവസവും നോക്കുമ്പോഴും ഒരാളെങ്കിലും അത് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ഇല്ല, അതിന് വട്ടെന്ന് പറയും. അപ്പൊ ശരി എടാ, വേണ്ടേ? ഇവനെ സത്യത്തിൽ ഞാൻ വിളിച്ചതല്ലേ, ഇവൻ വലിഞ്ഞേറി വന്നവനാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാ സർപ്രൈസുകൾക്കും എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവനാണ് അവൻ. അപ്പൊ അതാണ്, ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്, അതിലേക്ക് പോകാം അല്ലേ? ഞാൻ ബ്ലോഗിൽ പറയുന്ന പോലെ പറയല്ലേ. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. തുടങ്ങട്ടെ. ഞാൻ മുറിക്കൊന്ന്.
എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം. അല്ല, ഇവിടെ നമ്മൾ ഒരുപാട് പേരെയൊന്നും ക്ഷണിച്ചിട്ടില്ല. ഏറ്റവും അടുത്ത ആൾക്കാർ, അതെ, ഇൻ ടച്ച്, എന്താ പറയാ, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അത്രയും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഇന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളൂ. അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള സമയമാണ്. എപ്പോഴും പറയുമ്പോൾ ഇമോഷണലായി പോകുന്ന ചില സന്ദർഭങ്ങളാണ്. കേദാറിന്റെ തുടക്ക സമയം തൊട്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുകയും എന്താ പറയുക, പ്രസവിക്കാൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ വർക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും സപ്പോർട്ട് തന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാവരും തന്നെ. ഒരാൾ പോലും എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അത്രയും നന്നായിട്ട് എന്നെ കെയർ ചെയ്തത് കൊണ്ടാണ് ഇത്രയും മിടുക്കനായ ഒരു കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയത്. അതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ മോൻ്റെ 1ാം ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നിങ്ങളില്ലാതെ എന്ത് ആഘോഷം അല്ലേ? അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഓരോരുത്തരെയും എടുത്തു പറയാൻ പറ്റില്ല, കാരണം എല്ലാവരുടെ പിന്നിലും ഓരോ കഥകൾ എനിക്ക് പറയാനുണ്ടാവും. ആ സമയങ്ങളും സന്ദർഭങ്ങളും എപ്പോഴും എൻ്റെ ഹൃദയത്തോടെ ചേർന്നിരിക്കും. കുറേയൊക്കെ ശ്രമിക്കാൻ പറ്റുള്ളൂ, കുറേയൊന്നും നമുക്ക് പറഞ്ഞ് പ്രകടിപ്പിക്കാൻ പറ്റാവുന്നതല്ല. അത്രയും സ്പെഷ്യൽ മൂമെന്റ്സ് ആണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ കേദാറിന്റെ പിറന്നാളാകുമ്പോൾ നമ്മുടെ വിനോദേട്ടൻ കേക്ക് തിന്നാൻ പോയില്ലേ, ഉത്തരവാദിത്തം ഇല്ലാതെ. അപ്പുണ്ണി അച്ഛനാണ് അത്രേ, ശുഷ്കാന്തിന്റെ അപ്പുണ്ണി അച്ഛന്റെ വക പരിപാടി ഉണ്ടാകും. വിനോദേട്ടന്റെ പരിപാടി ഇല്ലാതെ നമ്മുടെ കുടുംബത്തിൽ ഒരു പരിപാടി മുന്നോട്ട് പോകാറില്ല. മർമായത്തിലെ മൊയ്തു, MIT മൂസയിലെ മൂസ, നമ്മളുടെ സ്വന്തം വിനോദ്. പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയിൽ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണത്. ഇന്ന് നമ്മുടെ സ്നാക്കയുടെ ശ്രീകുമാറിന്റെ മകന്റെ ബർത്ത്ഡേ. നമ്മുടെ ഒരു കുടുംബമാണ്. 14 വർഷമായിട്ട് മറിമായം നിൽക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ മാത്രമേ വരാത്തുള്ളൂ. വീട്ടിൽ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് ഭാര്യ വരാത്തത്. അപ്പൊ എല്ലാവരും എത്തിച്ചേർന്നു. സ്നേഹന്റെ ഉള്ളിൽ നന്നായിട്ട് പിടയ്ക്കുന്നുണ്ട്, അത് എനിക്ക് അറിയുന്നുണ്ട്. കാരണം അതൊന്നും പറയില്ല, ഒന്നും പറയുന്നില്ല. ഉള്ളിൽ ചെറുതായിട്ട് എനിക്കൂടെ ഇങ്ങനെ അറിയാം, ആ ബീറ്റ് കേൾക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ മനോഹരമായിട്ട് തീരും. നമ്മളിന്ന് എല്ലാവരും കൂടെ ആസ്വദിക്കുന്നു. ഇനി രുചികരമായ ഭക്ഷണമൊക്കെ കഴിക്കുന്നു, നമ്മൾ തിരിയുന്നു. ഞാൻ പുറത്തുനിന്ന് ഗാനമേള ബുക്ക് ചെയ്തേനെ. കുടുംബത്തിൽ ഇത്രയും പാട്ടുകാരുണ്ടെന്ന് നോക്കാണ് ഞാൻ ഗാനമേള ബുക്ക് ചെയ്യാറുണ്ട്. സരിക ചേച്ചി, ഈ നാണക്കേട് ചേച്ചിയിലാണ് എന്റെ പ്രതീക്ഷ. പാട്ടുകാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്. കണിവെള്ളരിയേ മുത്തേ നിന്നെ താരാട്ടാം, മലരെ മധുര തേനൂട്ടാം. കൺമണി പൊന്മണിയേ കാർത്തിക പൊൻകണിയേ, ആരോ തളിരോ ആരാരോ. അപ്പൊ അതിനെ നേരത്തെ പറഞ്ഞാലും മിഥുന്റെയും സുഖിലിന്റെയും ഇടത്ത് പെടുത്താവുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ കേദാർ ജനിക്കുന്നതിന് ജസ്റ്റ് 4 ദിവസം മുമ്പേ ഞങ്ങൾ എടുത്ത വീഡിയോ ഇവനായിരുന്നു ഡയറക്റ്റ് ചെയ്തത്. അപ്പൊ കേദാറിന് വേണ്ടിയിട്ട് കൈവിരലുണ്ടും നേരം
കണ്ണുകൾ ചിമ്മും നേരം കൈവിരലുണ്ണും നേരം കണ്ണുകൾ ചിമ്മും നേരം കന്നിവയൽ കിളിയേ നീ കൺമണിയേ ഉണർത്താതെ എല്ലാവരും അവരവരുടെ ഫാമിലിയുമായി വന്ന് ഫോട്ടോ എടുത്ത് സഹകരിക്കുക. ചേച്ചിക്ക് പോവാൻ തിരക്കുണ്ട്. ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. ആഴക്കടലിന്റെ അങ്ങേ കരയികൾ നീരും വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമണി ഓടിന്റെ മാറിക ഒട്ടി കിടക്കുന്ന മുത്തി ഒട്ടി കിടക്കുന്ന മുത്തി ഒട്ടി കിടക്കുന്ന മുത്തേ. കണ്ടോണ്ടുറങ്ങുമ്പോ കൽക്കണ്ട കുന്നൊന്ന് കാണായി വരും. കൽക്കണ്ട കുന്നിന്റെ ഉച്ചിയില് ചെല്ലുമ്പോ അമ്പിളി തമ്പ്രാന്റെ കോലം കാണാം. കോലത്തെത്തുമ്പോൾ അവിടെ എന്തൊരു രസമല്ലോ. അവിടെ പാൽക്കാവടിയുണ്ട്, അവിടെ പായസപ്പുഴയുണ്ട്, അവിടെ കാത്തു കാത്തോരമ്മയിരെ പോലെ ചാഞ്ചാടി ആടി ഉറങ്ങൂനി ചരിഞ്ഞാടി ആടി ഉറങ്ങൂനി. നിന്റെ
ഇവിടെ 2-3 ആൾക്കാരെ പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി. ഇതുവരെ ഒരു ഫംഗ്ഷനിലും നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇപ്പോൾ ഈ ഫംഗ്ഷൻ നടക്കുന്നത് മറൈനി ഹോട്ടലാണ്. അപ്പോൾ അവരോട് നേരിട്ട് സംസാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം തീരുമാനിക്കുന്നത്. അപ്പോൾ മറൈനിന്റെ ആൾക്കാർ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. അവരോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഈ സമയത്ത് അറിയിക്കുകയാണ്. അപ്പം എൻ്റെ എല്ലാ ഈവൻസും, അതായത് 7th മന്ത് വളകാപ്പ്, മോന്റെ പേരുകള്, ഇപ്പൊ കേദാറിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ എല്ലാം ഇവന്റ് ചെയ്തിരിക്കുന്നത് ഇവന്റ് ഫാക്ടറിയാണ്. ഇത്രയും നാള് നമുക്ക് ശരിക്കും ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരാളായിട്ട് മാറി അല്ലെ. മോന്റെ ബർത്ത്ഡേ ആണെന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ അറിയിച്ചു. എന്തായാലും അവസരം സ്നേഹവും സന്തോഷവും. കാരണം സ്നേഹയുടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ റീച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. ഫാമിലിയുടെ ഒപ്പം ആവാതിരുന്നത് അതിന് ഒരുപാട് സന്തോഷം. അതെ, അപ്പൊ ശരിക്കും ഞങ്ങളുടെ ഫാമിലിയുടെ ഒരാളായിട്ട് തന്നെ മാറി. അതുപോലെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റാത്തത് ഞങ്ങളുടെ മേക്കപ്പ് ആയൊരു കിരൺ, അനില ചേച്ചി ആയാണ് സ്ഥിരം എന്നെ മേക്കപ്പ് ചെയ്യാറുള്ളത്. കിരണാണ് ഇന്നെ ഹെയർ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അനില ചേച്ചിയാണ് സ്ഥിരം എൻ്റെ എല്ലാ പ്രോഗ്രാമുകൾക്കും എന്നെ സാരി ഉടുപ്പിക്കാറും നന്നായതിൽ കൂടുതലും എൻ്റെ ഹെയർ ചെയ്യുന്നതൊക്കെ അനില ചേച്ചിയാണ്. അപ്പൊ എന്താ കുട്ടി പറയാനുള്ളത്? അങ്ങനെ ഒന്നും പറയുന്ന കുട്ടിയല്ല. കുട്ടിയോ അല്ലാണ്ട് എങ്ങനെ സ്വന്തമായിട്ട് ബ്ലോഗുകൾ വരും. വളരെയധികം സന്തോഷം. കാരണം എന്താ പറയാ, ഇപ്പൊ എന്റെ തുടക്കകാലം തൊട്ട് ഞാൻ കാണുന്നത് മലയാളത്തിലാണ് ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചിട്ട് ഹെയർ ചെയ്യുന്നത്. പിന്നെ അവിടെ തൊട്ട് എന്നെ കൂടെ കൂട്ടിയതിനും എല്ലാത്തിനും നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. ഞാനും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് സ്നേഹിക്കുന്നത് ചെയ്യുന്നത്. ഇത് ഇവിടെ വന്നത് ഭയങ്കര സന്തോഷമായി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി വന്നിക്കണ്ട. അപ്പൊ ഇനി എന്റെ കോസ്റ്റ്യൂമാണ്. എന്റെ കോസ്റ്റ്യൂമ് പിന്നെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഇന്ന് ജയ്ഷയാണ്. ജയ്ഷ തന്നെയായിരുന്നു എന്റെ വിഷുവിന്റെ ഫോട്ടോഷൂട്ടും എല്ലാം ചെയ്തിട്ടുള്ളത്. ഹലോ, അല്ല ഒന്നും പറയാൻ അറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് ആക്ച്വലി എന്റെ ഓസ്കി ഡിസൈൻസ് എന്ന് പറയുന്ന, അതെ, എന്റെ ഓസ്കി ഡിസൈൻസിന്റെ കോസ്റ്റ്യൂമാണ്. പക്ഷെ ഇത് എന്തൊക്കെ കയ്യിലുണ്ടെങ്കിലും ഇതൊരു വിധത്തിലൊന്ന് സ്റ്റൈൽ ചെയ്ത് കിട്ടണമല്ലോ. ഇത് എങ്ങനെ ഇട്ടാ ഭംഗി ഉണ്ടാവും എന്നുള്ളതൊക്കെ. അപ്പൊ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ജയ്ഷയ്ക്കാണ്. ഇന്ന് ജയ്ഷ തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് എല്ലാം ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് എനിക്ക് തന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പോ ഈ ഇത്രയും ആൾക്കാരെ എനിക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അതിനോടൊപ്പം തന്നെ പിന്നെ ഇന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഇന്ന് ചേട്ടനാണ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ളത്. വളരെ യാദൃശ്ചികമായിട്ടുള്ള ഒരു വരവായിരുന്നല്ലേ. നമ്മുടെ വീടിന്റെ അടുത്താണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത്. അത് ഒരുപാട് സന്തോഷം. നേരത്തെ അവിടെ എത്തി. ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ എന്റെ യൂട്യൂബിലെ ആൾക്കാരുടെ ഇതുവരെ മുമ്പിലേക്ക് വരാത്ത ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് എന്റെ പ്ലേ ബട്ടൺ പൊട്ടിക്കുമ്പോഴെങ്കിലും അവരെ കാണിച്ചു കൊടുക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഒരു 8 മാസത്തിൽ കൂടുതലായി വന്നിരിക്കുന്ന ഒരു പ്ലേ ബട്ടൺ എന്റെ വീട്ടിലുണ്ട്, സിൽവർ പ്ലേ ബട്ടൺ. ഇതുവരെ പൊട്ടിച്ച് നോക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അത് പൊട്ടിക്കുമ്പോഴെങ്കിലും നമ്മുടെ യൂട്യൂബിന്റെ ആൾക്കാരെ കാണിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കാണിച്ചു കൊടുത്തു. ഒരു സിൽവർ പ്ലേ ബട്ടൺ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു 8 മാസത്തിൽ കൂടുതൽ. അപ്പൊ അത് പഠിക്കുമ്പോഴെങ്കിലും എന്റെ യൂട്യൂബിന്റെ ആൾക്കാരെ കാണിച്ചു കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ അവർ മുമ്പിലേക്ക് വന്നില്ല. അതെങ്കിലും വല്ലോ
ആള് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ സെലിബ്രേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. അതെ, ഒരുപാട് സന്തോഷമാണ്. കേദാറിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് തന്നെ ആഘോഷിക്കാൻ പറ്റി. അതിന് ഞങ്ങളോട് സഹകരിച്ച കുറച്ച് പേരുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയുടെ മുന്നിൽ ആദ്യത്തെ ഭാഗത്ത് തന്നെ പറഞ്ഞിരുന്നു. ഒപ്പം ഇവിടെ വന്നിട്ട് ഈ പരിപാടി നല്ല കളറാക്കിയ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് മാത്രമല്ല ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ കൂടിയാണ് അവര്. എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നന്ദി.